कालरूपापि विघ्नाद्रिहन्त्री महादन्ति वक्त्रापि पञ्चास्य मान्या। അലാവുദ്ദീനും അത്ഭുത വിളക്കും. 1001 രാവുകളിലെ ഒരത്ഭുത കഥ. അലാവുദ്ദീന്റെയും ലൈലയുടെയും ഒരു പ്രണയകഥ. അത്ഭുത വിളക്കിലെ ഭൂതം അലാവുദ്ദീനെ അറബി നാട്ടിലെ രാജകുമാരനാക്കിയ മാന്ത്രിക കഥ. വർഷങ്ങൾ കടന്നുപോയി. അലാവുദ്ദീനും ലൈലയും റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ തിരുസവിധത്തിലേക്ക് മടങ്ങിപ്പോയി. നാഥനില്ലാതായ ഭൂതം അലാവുദ്ദീന്റെ ഖബറിടത്തിൽ ഒരു നിമിഷം കണ്ണീർ വാർത്തു നിന്ന് വിളക്കുമായി തന്റെ അടുത്ത യജമാനനെ തേടി യാത്രയായി. കാലാന്തരത്തിൽ സമുദ്രമാർഗേ ചെന്ന് പല ദേശങ്ങളിൽ വളരും യജമാനന്റെ സന്തതി പരമ്പരകൾ ഒരു ശവ്വാൽ മാസത്തിൽ ഭാരതദേശത്തു നിന്നും എന്റെ അടുത്ത യജമാനനെത്തും. യജമാനന്റെയും പത്നിയുടെയും വംശ പരമ്പരകളിൽ നിന്ന് ഒരു കുമാരനും കന്യകയും ഒരുമിച്ച് വരും. കാലങ്ങൾ പോകണം. അതുവരെ എനിക്ക് വിശ്രമം, ഇവിടെ കാത്തിരിപ്പ്. ഇൻഷാ അല്ലാഹ്. അറബിക്കഥയുടെ ഏടുകളിൽ നിന്നഴകോലും ഒരു ദീപം, ദീപം, അത്ഭുത ദീപം, ദീപം, ദീപം. കടലിനടിയിലെ മണിമാളികയിൽ കാത്തുവച്ചു ഭൂതം, രാപ്പകൽ കാവലിരുന്ന ഭൂതം. മണിദീപത്തിൽ തൊട്ടുര ചെയ്താൽ മനസ്സിനുള്ളിലെ മോഹങ്ങൾ മറഞ്ഞിരുന്നീ ഭൂതം നൽകും മഹിയിൽ നന്മകൾ പൂക്കും. ഇവിടെ മറ്റൊരു സ്വർഗം തീർക്കും. അലാവുദ്ദീൻ മോളെ ജാസ്മിൻ, ഇത് കുടിച്ചിട്ടിരുന്ന് പഠിക്കും. ഇതാ അമ്മയ്ക്ക്, ഇതാ കുടിക്കാൻ. അതെന്ത് കുഞ്ഞവയ്ക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ, ചെറിയ ചൂടും ഉണ്ടല്ലോ. ഇന്ന് നേരത്തെ ആണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? വേണ്ട, ഓഫീസിൽ നിന്ന് വർക്ക് കൂടുതലാ. അതെ, ആമിക്ക് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. നേരത്തെ വന്ന ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കായിരുന്നു. ശരി, ഞാൻ നേരത്തെ വരാം. ഡാഡി പോട്ടെ.
പോട്ടെ. കഴിഞ്ഞ തവണ ചെക്കപ്പിന് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ, നേരെ ടെമ്പറേച്ചർ പോലും വെച്ചോണ്ടിരിക്കരുത്, അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. ഇതിപ്പോ സന്ധ്യ കഴിഞ്ഞപ്പോ തുടങ്ങിയതാ. പൊള്ളുന്ന പനിയും കൂടെ ശ്വാസം മുട്ടലും. ഫിറ്റ്സ് വന്ന കുഞ്ഞ. ഡാഡി ഫോൺ എടുക്കുന്നില്ല മമ്മി. മണിക്കൂർ 4 ട്രൈ ചെയ്യുന്നു. കാലത്ത് ഇറങ്ങിപ്പോയാൽ മടങ്ങി വരുന്നത് വരെ നിങ്ങളുടെ ഡാഡിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. വീടുമില്ല, മക്കളുമില്ല. ഹലോ, ടാക്സി സ്റ്റാൻഡ് അല്ലേ? അതെ. ഇത് നസീറിന്റെ വീട്ടിൽ നിന്നാ? സുഭാഷ് നഗറിൽ. അതെ, ജാസ്മിൻ വില്ല. എന്താ മാഡം? അത് അർജന്റ് ഒരു ടാക്സി വേണം. അയ്യോ, വണ്ടികളെല്ലാം ഓട്ടത്തിനാണല്ലോ മാഡം. അല്ല, അത് അത്യാവശ്യം. സ്റ്റാൻഡിൽ ഒറ്റ വണ്ടിയില്ല മാഡം, അതുകൊണ്ടാ. കുഞ്ഞുവാവ വിഷമിക്കണ്ട കേട്ടോ, ഡാഡി ഇപ്പൊ വരും. മൈ ഗോഡ്, 28 മിസ്ഡ് കോൾ. മോളെ ഡാഡിയാ. എത്ര നേരം കൊണ്ട് വിളിക്കാന്നറിയോ? കുഞ്ഞുവാവയ്ക്ക് തീരെ വയ്യ. മമ്മിയുടെ മമ്മി കരയാ. മോള് മമ്മിയുടെ കൊടുത്തേ. മമ്മി, ഡാഡിയുടെ കോൾ. ഹലോ, ഇതെവിടെയാ നസീർക്ക? എത്ര നേരം ട്രൈ ചെയ്യുന്നു. പോകുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടെന്ന്. ഉടനെ വരാന്ന് പറഞ്ഞു പോയ ആളാ. എന്നിട്ട് ഫോണിലെങ്കിലും കിട്ടുന്നത് ഇപ്പോഴാ. അക്കൗണ്ടന്റ് ഇന്ന് ലീവാ. ടാക്സിന്റെ പേപ്പേഴ്സ് നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതാ. നീ ഡോക്ടറെ വിളിച്ചില്ലേ? ഡോക്ടർ എന്നെ ചീത്ത പറയാ. ഇനി ഒരു തവണ കൂടി ഫിറ്റ്സ് വന്ന. നീ കരയാതിരിക്കെ, ഞാനിതാ എത്തി. ഒരു 10 മിനിറ്റ്. ഓക്കെ? ചാകൻ ഇറങ്ങിയിരിക്കാണോ സൈത്താനെ? നിങ്ങൾ വിളിച്ച പേര് കറക്റ്റാ. അത് തന്നെയാ എന്റെ പേര്, സൈത്താൻ. എന്തേത്? നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഗതികെട്ട ഒരു മഴ. കൈ കാണിച്ചിട്ട് ഒറ്റ വണ്ടിയും നിർത്തുന്നില്ല. അതുകൊണ്ട് ഈ കൈ കാണിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. ഇറങ്ങാൻ. ഈ നരകം പോലത്തെ വഴിയിലൂടെ മണിക്കൂർ 2 കൂടുമ്പോഴാ ഒരു വണ്ടി പോകുന്നത്. മഴ നനഞ്ഞ് എത്ര നേരമായി ഇങ്ങനെ നിൽക്കുക? അതിന് ഞാൻ അടുത്ത് കാണുന്ന ജംഗ്ഷനിൽ ഇറങ്ങിക്കോളാം. ഇറങ്ങാൻ. ഏയ്, ഈ പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് നമുക്കങ്ങ് പോകാം, പ്ലീസ്.
ഇതെന്തൊരു പോക്കാശാനെ, നനഞ്ഞ റോഡാ. ഞാനിപ്പോ പിടിച്ചില്ലായിരുന്നേ കാണാമായിരുന്നു. ചവിട്ടിയാ കിട്ടില്ല, വണ്ടിയും നമ്മുടെ മയ്യത്തും വള്ളിക്കൊട്ടയിൽ വാരിയെടുക്കേണ്ടി വരും. മോൾക്ക് അസുഖം, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇപ്പൊ തന്നെ വൈകി. വീടെത്താൻ ഇനിയും ഓടണം 6 കിലോമീറ്റർ, അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് 10 കിലോമീറ്റർ. ചവിട്ടി വിടാതെ പറ്റില്ല. ഈ പോക്ക് പോയാ മോളെത്തുന്നതിന് മുമ്പ് നിങ്ങളായിരിക്കും ആശുപത്രിയിൽ എത്തുക. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ടെൻഷനാ. മോളെക്കുറിച്ചുള്ള ആദ്യ വണ്ടി ഞാനെടുക്കാം. വേണ്ട, സാരമില്ല. സാരമുണ്ട്. എന്നെ ഒരു സുഹൃത്തായി കണ്ടാ മതി. ഞാനിറങ്ങി അപ്പുറത്തേക്ക് വരാം. അല്ല, സാരമില്ലെന്നേ. എന്തീ കാണിക്കുന്നത്? ആശാന്റെ ബീവിയാ. പേടിച്ചിരിക്കുന്നുണ്ടാവും. ഫോണിക്ക് തരൂ. തരാനല്ലേ പറഞ്ഞു. പോക്കറ്റിന് കാണിക്കുന്നു. വണ്ടി നിർത്തിക്കേ. നീ ഇവിടെ ഇറങ്ങിക്കോണം. വണ്ടി നിർത്താൻ നിർത്താൻ. എനിക്ക് ആ വഴിയാ പോണ്ടത്. അതാ എന്റെ വീട്ടിലേക്കുള്ള വഴി. നിർത്താൻ നിർത്താൻ, ഇറങ്ങാൻ. അത് നിങ്ങൾക്ക് മാത്രം പോകാനുള്ള വഴി. എനിക്കും നിങ്ങൾക്ക് പോകാനുള്ള വഴിയെയാ ഞാനിപ്പോ വണ്ടി ഓടിക്കുന്നത്. നരകത്തിലേക്കുള്ള വഴി. കാറിന്റെ വളയം സൈത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചതോടെ ആശാന്റെ വഴി പിഴച്ചുപോയി. ഇനി രക്ഷയില്ല. വണ്ടി നിർത്ത്. നിർത്ത. നിർത്താനല്ലേ പറഞ്ഞത്. അനങ്ങരുത്, കൊന്നുകളയും.